ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊന്ന് വീഡിയോ ഇടുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് നാളൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. എന്നാൽ പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയുക പ്രോട്ടീൻ വട എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. നമ്മുടെ കയ്യിൽ ഇത്തിരി പരിപ്പ്, ഇത്തിരി കടല, ഇത്തിരി പയർ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഉണ്ടല്ലോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കറി വെക്കാനായിട്ടുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തായാലും ഒരു കാപ്പിക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വേണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ എല്ലാത്തിനെയും കൂടെ കൂട്ടി വെള്ളം കൂട്ടാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പേസ്റ്റ് പോലെയല്ല, ഏകദേശം ഒന്ന് ചതച്ചെടുത്ത പോലെ തന്നെ. പക്ഷേ ഇതിനെ കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും സംഭവം സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കടലയുടെ തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി എന്താ പറയുക അതിനൊരു ഇത്തിരി കളർ കുറവൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല, അത്ര തന്നെ. അപ്പോൾ അതേ ഇത്തിരി എന്താ പറയുക നമ്മുടെ ഒരു സവോള അരിഞ്ഞെടുത്തതും ഇത്തിരി ഇഞ്ചിയുണ്ട്, പിന്നെ കുറച്ച് മുളകുണ്ട്, കറിവേപ്പില ഞാൻ ഇട്ടില്ല, മറന്നുപോയി, അത്ര തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഇതെല്ലാം കൂടെ കൂട്ടി നല്ല മിക്സായി വരുന്നിടം വരെ. അപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർത്തെടുത്ത നമ്മുടെ കടലയും പയറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അറിയാലോ, അതൊക്കെ അരച്ച് വരുമ്പം തന്നെ നല്ലതായിട്ട് എന്താ പറയുക ഒരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ, അതല്ലേ അത്ര തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്ന് അരച്ചെടുത്ത് അതിനെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ, അതായത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ പറഞ്ഞ പോലെ തന്നെ അതിനെ ഒന്ന് നല്ലൊരു കുഞ്ഞു ബോൾ പോലെ എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ചെറുതായിട്ട് നമർത്തി കൊടുത്തേരെ. എന്നാന്ന് വെച്ചാൽ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും നടുഭാഗം പൊങ്ങിയിരുന്നിട്ടുള്ള വേവാനായിട്ട് താമസം വരും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനെയും നമുക്കൊന്ന് നമ്മുടെ പരിപ്പ് വട, ആ ഒരു പരിപ്പുണ്ടല്ലോ, അപ്പോൾ പരിപ്പ് വട എന്നൊക്കെ തന്നെ പറയാമല്ലോ. പിന്നെ പേരിന് വേണമെങ്കിൽ നമുക്കൊരു പ്രോട്ടീൻ വട എന്നൊക്കെ പറയാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ എണ്ണ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്രോട്ടീൻ വടകളൊക്കെ ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പതുക്കെ തട്ടാതെ മുട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഷൂ എന്നും പറഞ്ഞുകൊണ്ട് വരും, നല്ല കൊമ്മളകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ആ കൊമ്മളകളുടെ എണ്ണം കുറഞ്ഞ് വരുന്ന ഒരു നമ്മുടെ എന്താ പറയുക വടയുടെ ഒരു നന്നായിട്ട് മൊരിഞ്ഞും കൂടെ വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോവേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, കോമളകളൊക്കെ കുറഞ്ഞ് നല്ല കളറൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെ പെറുക്കി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കി കുഴപ്പം വല്ലതും ഉണ്ടോ, ആ നടുഭാഗമൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനെ മേലേക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് പെറുക്കി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആ എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഇടാവുള്ളൂ കേട്ടോ. അതായത് ഒരു സെക്കൻഡ് 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ആ കോരിയ സമയത്ത് തന്നെ ഇടുന്ന കഴിയുമ്പം അത്രയും പെട്ടെന്ന് അങ്ങോട്ടൊരു എന്താ പറയുക മുരിഞ്ഞങ്ങോട്ട് ഒരു രസം കാണത്തില്ല, അത്ര തന്നെ. അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായിട്ട് നമ്മൾ അങ്ങോട്ട് ഇടുവാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതേ നോക്കിയേ, നമ്മുടെ വടകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ലുക്കൊക്കെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ലതല്ലേ, കാണാനൊക്കെ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അതാ നോക്കി, ചുമ്മാ ഒരു രസത്തിന് വേണമെങ്കിൽ ഒന്ന് മുറിച്ച് കാണിച്ചേക്കാം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, മുറിച്ച് കാണിക്കാൻ പാകത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും നമ്മളൊരു വീഡിയോ എടുക്കുമ്പം അത് അതിൻ്റേതായ വഴിക്കൊക്കെ പോകണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.